ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോവാണ് കേട്ടോ. അപ്പോൾ അതേ തലേന്ന് വാപ്പുമ്മ വന്നിട്ടുണ്ട്. തലേന്ന് പറയുമ്പോൾ ഇത് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് ഈ കണ്ട് പോകുന്നത് കേട്ടോ. അതായത് ഇത് ഇന്നലത്തെ വീഡിയോയും ഉണ്ട്, അതിന് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയും കൂടെയാണ്. അതായത് ഈ വാപ്പുമ്മ ഇരുന്നിപ്പം ചീവക്കിഴങ്ങാണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് വാമ്മ ഇങ്ങനെ ഒന്ന് നന്നാക്കി തരാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുവന്ന് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പിടിച്ചിരുത്തിയതാണ് കേട്ടോ. ഈ ടൈം ഒരു 2 മണിയൊക്കെ ആയി കാണും. അപ്പോൾ വാമ്മ രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നതാണേ. അപ്പോൾ വാമ്മ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നതിന് ശേഷമാണ് ഞാൻ വാപ്പുമ്മായ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കാരണം വാപ്പുമ്മായെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാമ്മ വരുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ. അങ്ങനെ ഞാൻ വാമ്മയെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാണ് കേട്ടോ. നിർബന്ധിച്ച് പിടിച്ചിരുത്തിയിട്ട് വീഡിയോ എടുത്തതാണ്. അന്ന് വാമ്മ പെട്ടെന്ന് പോവുകയും ചെയ്തു കേട്ടോ. ഇതും ഫുള്ള് നന്നാക്കി തന്നതൊന്നുമില്ല, ഒരെണ്ണം അങ്ങനെ നന്നാക്കി എടുത്തു. പക്ഷേ വാമ്മക്ക് കൈക്ക് പ്രശ്നം അങ്ങനെ എന്താ, നമുക്ക് കൈ ഇങ്ങനെ മുറിയും വാമ്മക്ക്. അതുകൊണ്ട് ഞാനിങ്ങ് വാങ്ങിച്ചു. വാമ്മ ഉടനെ തന്നെ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് അനിയത്തിയും പിള്ളേരും ഒക്കെ വന്ന ദിവസമാണ്. ഇവരെ കാണാൻ വേണ്ടിയാണ് വാപ്പുമ്മ വന്നത്. വാപ്പുമ്മ കുറച്ച് നമുക്കിങ്ങനെ തൊലിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് ശരിയാവത്തില്ല. അനിയത്തിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ മോനാണ്. പിന്നെ വീഡിയോ എടുത്ത് തരുന്നത് അവളാണ് കേട്ടോ. ഇന്നിപ്പോൾ എടുത്ത് തരുന്നത് അവളാണ് വീഡിയോ. അമ്മയുടെ കയ്യിൽ ഇന്നലെ വാപ്പുമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തുടക്കം നമ്മളിട്ട വീഡിയോ വീണോ തുടക്കം നമ്മൾ വീഡിയോയുടെ തുടക്കം കാണിക്കുന്നത് വാപ്പുമ്മ. അത് ഇന്നലെ വന്നപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയെ പിടിച്ചിരുത്തിയിട്ട് കൂർക്ക, അതായത് ചീവക്കിഴങ്ങ് നമ്മുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ പിടിയടേ എന്താ. അപ്പോൾ വീഡിയോ അല്ല, വാമ്മയെ കൊണ്ട് കുറച്ച് ഞാൻ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട് നോക്കിയതാട്ടോ. പിന്നെ വാമ്മക്ക് പെട്ടെന്ന് പോകേണ്ടതായതുകൊണ്ട് വാമ്മ അങ്ങ് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോൾ ഇന്ന് അവൾ പോകും കേട്ടോ. ഇന്നിപ്പം 3 ദിവസമായില്ലേ വന്നിട്ട്. ഇന്നിപ്പോൾ അവളങ്ങ് തിരികെ പോവുക അവളുടെ വീട്ടിലേക്ക് പോവുക. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾക്ക് പൊതിച്ചോറ് എന്ന് വന്നാലും പോകുമ്പോഴത്തേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട്. പൊങ്ങി പോകുന്നു മൊബൈൽ. അപ്പോൾ എന്താ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇന്നും പൊതിച്ചോറ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെയൊക്കെയാണ്. പനി മാറിയിട്ടില്ല, സൗണ്ടെല്ലാം പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തല്ലി എടുത്താൽ മതിയായിരുന്നല്ലേ. ഒരു കരിമ്പൂച്ച. ആ പൂച്ചയുടെ പാമ്പിനെ കണ്ടേ കണ്ടുപിടിച്ചത്. എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ പേടിയാവുന്നു. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നമായാലോ. ഈ പൂവിലോട്ടൊരു ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് പോരാ. ഇനി നിനക്കെന്തൊന്നും ഇല കാണും ഇവിടെ. നിപ്പുണ്ടല്ലേ. എന്തരല്ലേ? വാഴയിലേക്കകത്തില് കുഞ്ഞുണ്ട്. പാത്തു ഇവിടെ ഇല്ല കേട്ടോ. പാത്തു പള്ളിയിൽ പോയിരിക്കുക. മദ്രസയിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 11 മണിയാകുമ്പോഴാണ് വരുന്നത്. വിളിക്കാറായി തോന്നുന്നു. ഓ
അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് അവളെടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറ്റി, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നെ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാൽ പിന്നെ മണ്ടത്തരം മൊത്തം എൻ്റെ വായിന്നേ വീഴത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ട് എന്നെ കളിയാക്കണ്ട. അപ്പോൾ കുറേയൊക്കെ നന്നാക്കിക്കൊണ്ട് വന്നു കേട്ടോ. എൻ്റെ കൈ മൊത്തം അതിൻ്റെ കറയൊക്കെ ആയി. ഞാൻ പിന്നെ കൊച്ചിനെയൊക്കെ വിളിച്ച് വന്ന് ഒരുപാട് താമസിച്ച് പോയി കേട്ടോ ഇന്നലെ. പിന്നെ അവൾക്ക് ഉച്ചയ്ക്ക് പോകണം എന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ അത് വൈകുന്നേരമായി. കാരണം പൊതിച്ചോറ് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ റെഡിയായി, മീൻകറി ആക്കിയിട്ടുണ്ടായിരുന്നു, ചൂരയായിരുന്നു. കറിയൊക്കെ വെച്ച് പിന്നെ വിശന്നപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ചു. ഇത് 2 മണിക്ക് ശേഷമാണ് പിന്നെ പൊതിച്ചോറൊക്കെ ഞാൻ ആക്കിയത്. കാരണം അത്രയും താമസിച്ച് പോയി കേട്ടോ. മടി പിടിച്ചങ്ങ് ഇരുന്നു. അങ്ങനെ അതേ നമ്മൾ കോവയ്ക്കാന്ന് നമ്മുടെ ചീവക്കിഴങ്ങ് തോരൻ, കൂർക്കയ്ക്ക് ഞങ്ങൾ ചീവക്കിഴങ്ങെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് തോരൻ വെച്ചു. മീൻ വറുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അതങ്ങനെ വറുത്തു. പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു, ചമ്മന്തി അരച്ച് വെച്ചു. അങ്ങനെ ദേ നമ്മൾ പൊതിച്ചോറ് കിട്ടാൻ പോവാം. ഇഞ്ചി അച്ചാർ ഇട്ടതുണ്ടായിരുന്നു, പക്ഷേ ഇഞ്ചി അച്ചാർ വെക്കരുതെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വെച്ചില്ല കേട്ടോ. അങ്ങനെ ദേ ഇല പറിച്ചുകൊണ്ട് വന്നു. ഇല ഇല്ലായിരുന്നു കേട്ടോ. ഈ കാറ്റൊക്കെ അടിച്ച് ഉള്ള ഇലകളെല്ലാം അങ്ങ് വാടി, അതുമല്ല നമ്മൾ തീയൊക്കെ ഇട്ട സമയത്ത് വാടി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറേ കീറിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോയി ഇലകളൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ദേ നമ്മൾ പൊതിച്ചോറുണ്ടാക്കി കേട്ടോ. ചമ്മന്തി, മീൻ പൊരിച്ചത്, മുട്ട വറുത്തത്, അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ടത്, അതിൻ്റെ ഒരു മുളകും ഒക്കെ ആയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി ഒക്കെ ആക്കി നമ്മൾ പൊതിച്ചോറും കെട്ടിവെച്ചു. അപ്പോഴത്തേക്കും വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, റെഡി ആയിട്ട് നിൽക്കാൻ. ദേ അവർ റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ. ഇതാണ് ചെറുത്, അവളുടെ ചെറുതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 2 പേരും ഞങ്ങളുമായിട്ട് അങ്ങോട്ട് ചേരത്തില്ല കേട്ടോ. 2 പേർക്കും വഴക്കാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറയും കേട്ടോ. അവിടെ നിന്നിട്ട് റെഡി ആയിട്ട് പൊക്കോളാൻ വയ്യായിരുന്നു കേട്ടോ. അവർക്ക് 2 പേർക്കും അങ്ങ് അവരുടെ വീട്ടിൽ പൊയ്ക്കോളാൻ വയ്യായിരുന്നു. അപ്പോൾ പനിയും കൂടെയൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അങ്ങ് നിർബന്ധവും വാശിയും ഒക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങൾ കേട്ടോ. വാപ്പന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, വാപ്പന്മാരെ പറ്റി ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ടെന്ന്. കാലിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വാമ്മ അന്ന് നിന്നില്ല കേട്ടോ. നിന്നിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാമായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി വരുമ്പോഴത്തേക്കും നിൽക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ പിറന്നു വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ, അസ്സലാമു അലൈക്കും. അടുത്ത വർഷം കാണാം.